കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് സുധീഷ് പരിചയപ്പെടുത്തിയ മാഡത്തെ കണ്ട് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോഴേക്കും ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ വന്നോളൂ എന്ന് അവരും പറയുകയാ. ശരിക്കും എന്ന് നിധി ചോദിക്കുമ്പോൾ ശരിക്കും മാക്സിമം ഒരു 2 വീക്സ്, ആക്ച്വലി അതിന് മുന്നേ തന്നെ കിട്ടും. നേരത്തെയായ ഞാൻ സുധീഷിനെ ഇൻഫോം ചെയ്യാം എന്ന് മാഡം പറയേ. താങ്ക് യു മാഡം എന്ന് നിധിയും. ഇറ്റ്സ് ഓക്കെ, നിങ്ങളുടെ കല്യാണ കഥയൊക്കെ സുധീഷ് പറഞ്ഞിരുന്നു എന്നവർ പറയുന്നത് കേൾക്ക് സുധീഷ് ഇടം കണ്ണിട്ട് നിധിയെ നോക്കിക്കൊണ്ട് ഇവരെന്തിനാ ഇപ്പോൾ ഇത് പറയുന്നത് എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അഡ്വഞ്ചറസ് ആയ വിവാഹമായിരുന്നല്ലേ, എനിവേ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് നൽകി മാഡം യാത്ര പറഞ്ഞു പോവുകയാ. അവർ പോയി കഴിയുമ്പോഴേക്കും നിധിയും ദേഷ്യത്തോടെ സുധീഷിനോടായി കല്യാണക്കാര്യം എല്ലാവരുടെ അടുത്തും പറയണോ എന്ന് ചോദിക്കേ. അത് പറയേണ്ടി വന്നതാ. എടോ, താൻ ഈ വർഷമല്ലേ പാസ് ഔട്ട് ആയത്, അപ്പോ തന്റെ സർട്ടിഫിക്കറ്റ് പോയി എന്നറിഞ്ഞ അതിന് സ്ട്രോങ് ആയൊരു റീസൺ വേണ്ടേ? സത്യത്തിൽ അത് പറഞ്ഞോണ്ടാ മാഡം സഹായിക്കാമെന്ന് പറഞ്ഞു തന്നെ. ഇയാൾക്ക് സർട്ടിഫിക്കറ്റ് അല്ലേ പ്രധാനം, അത് കിട്ടാൻ വേണ്ടി പറഞ്ഞു പോയതാ ഞാൻ. കാര്യം നടന്നില്ലേ, അതുപോലെ 2 ആഴ്ചയ്ക്കുള്ളിൽ അത് കൈ കിട്ടാൻ പോവില്ലേ, അതുകൊണ്ട് സന്തോഷിച്ചൂടെ? സുധീഷ് ചോദിക്കുമ്പോഴേക്കും സന്തോഷമൊക്കെയുണ്ട് എന്ന് ചിരിയോടെ നിധിയും. സുധീഷും കൈകൂപ്പിക്കൊണ്ട് ദൈവമേ, ഈ മുഖം ഇങ്ങനെ തെളിഞ്ഞു കാണുന്നത് ആദ്യമായിട്ടാ. എന്നാ പിന്നെ ഇനിയുടെ നിൽക്കണ്ടല്ലോ, നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് പോവുകയാ സുധീഷ്. പിന്നീട് വരാന്തയിലൂടെ നടക്കുന്നതിനിടയിൽ സുധീഷ് നിധിയോടായി ചോദിക്കുന്നുണ്ട്, നിധി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ വേറെ പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോൾ നിധിക്ക് എന്ത് തോന്നുമെന്ന്? എന്ത് തോന്നാനെന്ന് നിധിയും. അല്ല, ഞാൻ മാഡത്തിനോട് ചിരിച്ച് സംസാരിച്ചപ്പോ ഒരു പൊസസീവ്നെസ് തോന്നാറുണ്ടോ എന്ന് സുധീഷ് ചോദിക്കേ. ഹലോ, അങ്ങനെ തോന്നാൻ ഇയാൾ എന്റെ ആരാ? നിങ്ങൾ കണ്ട പെണ്ണുങ്ങളോട് ചിരിച്ചു കഴിഞ്ഞാൽ ഞാനെന്തിന് പൊസസീവ് ആകണം എന്ന് ചോദിക്കുമ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇത്രയും വലിയ സഹായമൊക്കെ ചെയ്തു തന്നില്ലെന്ന് സുധീഷും. അതിനെ എന്ന് സംശയത്തോടെ നിധി ചോദിക്കേ. ഇതൊന്നും ഒരു സാധാരണ ഫ്രണ്ട് ചെയ്തു തരൂല, അങ്ങനെ നോക്കുമ്പോൾ ഞാനൊരു ഫ്രണ്ടിനേക്കാളും കുറച്ച് മുകളിലല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ലെന്ന് നിധിയും. തോന്നുന്നില്ലേ? എന്നിട്ട് പിന്നെ ഞങ്ങൾ സംസാരിച്ചപ്പോ നോക്കി ഇരിപ്പുണ്ടായിരുന്നല്ലോ, അതെന്തിനാന്ന് സുധീഷ് ചോദിക്കേ. അല്ല, ഇതൊരു യൂണിവേഴ്സിറ്റി അല്ലേ, സംസാരിക്കുന്നത് ഒരു സ്ത്രീയോടല്ലേ, എന്നിട്ടാണോ നിങ്ങളെ ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ അഴിച്ചിട്ട് ബനിയനൊക്കെ പുറത്ത് കാണിച്ച് കോളറും വലിച്ചിട്ട് തനി ഗുണ്ടകളെ പോലെ സംസാരിക്കുന്നത്? എന്ത് മോശം അത്, ആദ്യം അത് ശരിയാക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് നിധിയും നടന്നു നീങ്ങുകയാ. സുധീഷും ഷർട്ട് റെഡിയാക്കിക്കൊണ്ട് ഞാൻ വരുമ്പോഴും ഇങ്ങനെയായിരുന്നല്ലോ, അപ്പൊ പറയാത്തത് ഇപ്പൊ പറയുന്നത് എന്ന ആലോചനയോടെ നിന്ന് ഇപ്പൊ പോസസീവ്നെസ് കൊണ്ടൊന്നും പറയാത്തതാണോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവളുടെ പുറകെ പോവുകയാ. അവിടെ വർക്ക്ഷോപ്പിൽ ഒരു വണ്ടി സർവീസ് ചെയ്യുന്ന തിരക്കിലാണ് ഹരീഷ്. കൂടെ നികേഷ് നോക്കി നിൽപ്പുണ്ട്. ഹരീഷിട്ടാ, ഇന്നലെ ഇവിടെ ഒരു കിടലും ബുള്ളറ്റ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെയെന്ന് നികേഷ് ചോദിക്കുമ്പോൾ അത് കൊടുത്തിടാ എന്ന് ഹരീഷും. അതുപോലൊരു ബുള്ളറ്റ് വേണം ഹരീഷേട്ടാ എന്ന് നികേഷ് പറയുമ്പോൾ അത് പഴയ മോഡലാടാ, നിനക്ക് വാങ്ങുമ്പോ പുതിയൊരു മോഡൽ തന്നെ വാങ്ങുമെന്ന് ഹരീഷും. അത്രയൊക്കെ കാശ് കയ്യിലുണ്ടോ എന്ന് നികേഷ് ചോദിക്കേ. നീ ചോദിച്ചാ പിന്നെ വാങ്ങിത്തരാണ്ടിരിക്കാൻ പറ്റുമോ? കോളേജിത്തെ പഠിപ്പൊക്കെ തീരട്ടെ, ഞാൻ നിനക്ക് സൂപ്പർ വണ്ടി വാങ്ങിത്തരുമെന്ന് ഹരീഷും. അത് കേൾക്കെ ജിങ്കോയും അങ്ങോട്ട് എണീറ്റ് വന്ന്, എന്നിട്ട് നമുക്ക് അതിലൊരു റൈഡ് പോണം നികേഷേ, ബൈസിക്കിൾ റൈഡേഴ്സ് എന്ന പേരുമിട്ട് ഒരു ചാനൽ തുടങ്ങി ഹിറ്റ് ആക്കണം എന്നവൻ ആവശ്യത്തോടെ പറയേ. എടാ, ആ പേരിൽ തന്നെ ഇപ്പോ 100 ചാനലുകളുണ്ട്, ഇടുമ്പോ നല്ല കിടിലൻ പേരിടണമെന്ന് നികേഷും. എന്നാ പിന്നെ ലൈഫ് ഓൺ വീൽസ് എന്നിട്ടാലോ എന്ന് ജിങ്കോ ചോദിക്കുമ്പോ ഫ്രഷ് സാധനമെന്ന് നികേഷും. എടാ, നീ ആദ്യം തന്ന വണ്ടി റെഡിയാക്ക് എന്നിട്ട് സംസാരിക്കുന്ന ഹരീഷ് പറയാ. ജിങ്കോ വണ്ടി റെഡിയാക്കാനായി പോവുകയാ. അപ്പോഴേക്കും ചന്തു 2 ജ്യൂസുമായി അങ്ങോട്ട് എത്തുകയാ. നികേഷിനൊരു ജ്യൂസ് കൊടുത്ത് അവനും ഒന്ന് കുടിക്കാൻ നിൽക്കുമ്പോഴേക്കും ഡാ ചന്തു, ജ്യൂസ് കൊണ്ടുവന്നു താട ചന്തു എന്ന് പറഞ്ഞ് ജിങ്കോയും അത് കൈനീട്ടി വാങ്ങുമ്പോഴേക്കും ഹരീഷ് അവനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. പണി ഞാൻ തീർത്തോളം ആശാനെ, ഇതൊന്ന് കുടിച്ചോട്ടെ, ദാഹിക്കണ് എന്ന് പറഞ്ഞ് ചന്തു അങ്ങോട്ട് അപ്പോഴേക്കും ഒരാൾ ബൈക്കിൽ വന്ന് ആ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാനായി പറയുകയാ. ഹരീഷ് അത് നോക്കുമ്പോഴേക്കും ഇതാരാ, ബ്രദർ ആണോ എന്ന് നികേഷിനെ ചൂണ്ടിക്കൊണ്ട് അയാൾ ചോദിക്കുന്നുണ്ട്. ഏറ്റവും താഴെയുള്ളയാളെന്ന് ചന്തു പറയുമ്പോഴേക്കും നിന്റെ മൂത്തയാളില്ലേ മേസ്തിരി സുഭാഷ്, അവന്റെ കല്യാണം പിന്നെ മുടങ്ങിയെന്ന് കേട്ടോ, ശരിയാണോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. ഹരീഷും ദേഷ്യത്തോടെ അതിന് കല്യാണം ഇതുവരെ ആയിട്ടില്ലല്ലോ, ചോദ്യം കേട്ടാ നിങ്ങളെ കുറി തന്ന് ക്ഷണിച്ച പോലെയുണ്ടല്ലോ, കല്യാണം നിന്നൊക്കെ പറയുന്നത് എന്ന് ഹരീഷ് ചോദിക്കുമ്പോ പെണ്ണിന്റെ വീട്ടിൽ പോയി തീയതിയെല്ലാം കുറിച്ചിട്ട് അതിനുശേഷം ആലോചന നിന്നു എന്ന് പറയുന്നു കേട്ടോ, അതുകൊണ്ട് ചോദിച്ചതാന്ന് അയാളും. അങ്ങനെയൊന്നുമില്ലെന്ന് ഹരീഷ് പറയുമ്പോഴേക്കും എന്ന വീടെന്ന് അയാളും. അപ്പോഴേക്കും വണ്ടി റെഡിയാക്കി ഒരു 100 രൂപ ചോദിക്കുന്നുണ്ട് ഹരീഷ്. ഈ പണിക്കാണോ 100 രൂപ എന്ന് അയാൾ ചോദിക്കേ. സംസാരം കൂട്ടിച്ചേർത്തേ 250 വാങ്ങേണ്ടതാ എന്ന് അയാളോടായി പറഞ്ഞ് ചന്തുവിനോട് കാശ് വാങ്ങിക്കാനായി പറയുന്നുണ്ട് ഹരീഷ്. കാശ് കൊടുത്ത് അയാൾ പോവാൻ തുടങ്ങുമ്പോഴേക്കും നാട്ടിൽ എത്ര കാര്യങ്ങൾ നടക്കുന്നു അതാർക്കും അറിയണ്ട, പക്ഷേ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നടന്നാ അത് നാട്ടുകാരും മൊത്തം അറിയും, കഷ്ടം എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും
ഹരീഷേട്ടാ ഞാൻ പോയേക്കുവാന്ന് നികേഷും പറയുന്നുണ്ട്. ഇക്കടാ കുറച്ച് കഴിഞ്ഞിട്ട് പോവാമെന്ന് ഹരീഷ് പറയുമ്പോ വേണ്ട, പുറത്തു നിന്നാലേ ഇങ്ങനെ ഓരോരുത്തരെ കാണേണ്ടി വരും. ഇയാൾക്ക് കല്യാണം നടക്കാഞ്ഞിട്ട് ഇനി വരുന്ന ആൾക്ക് അച്ഛനെ കുറിച്ചുള്ള പരാതിയായിരിക്കും. അതിലും ഭേദം വീട്ടിൽ പോയി അതിനുള്ളിൽ ഇരിക്കുന്നതാ എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ ജിങ്കോയും അത് ശരി, നിനക്ക് ഇപ്പൊ തന്നെ മടുത്ത. അപ്പൊ പിന്നെ വരുന്നവരോടും പോകുന്നവരോടും മറുപടി പറയുന്ന ഹരീഷേട്ടന്റെ അവസ്ഥയോ? ചിലരുടെ ചോദ്യം കേട്ടാലേ ഹരീഷേട്ടൻ അവരെ തല്ലാത്തത് ഭാഗ്യമെന്ന് തോന്നും എന്ന് ജിങ്കോ പറയുന്നത് കേൾക്കെ എന്താ ഹരീഷേട്ടാന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലടാ, നീ ചെല്ല്, ഞാൻ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞ് ഹരീഷ് അവനെ പറഞ്ഞു വിടുകയാ. ഹരീഷും ദേഷ്യത്തോടെ ജിങ്കോയോടായി എടാ നീ അവനുള്ളപ്പോഴേ വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കരുത് കേട്ടല്ലോ എന്ന് പറയുമ്പോ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ജിങ്കോയും എടാ ആളുകൾ പറയുന്നതും കളിയാക്കുന്നതും ഒന്നും അവന് താങ്ങില്ല അതാ എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും ജിങ്കോയും അത് സമ്മതിക്കുക. പിന്നീട് ഒരു റൊമാൻറ്റിക് സോങ് എല്ലാം വെച്ച് കാറിൽ വീട്ടിലേക്ക് മടങ്ങുന്ന സുധീഷിനെയും നിധിയെയുമാണ് കാണിക്കുന്നത്. അവൾ സന്തോഷത്തോടെ ആ സോങ്ങിന്റെ വോളിയം കൂട്ടുമ്പോഴേക്കും ഇത്ര സന്തോഷത്തിൽ ഞാൻ ഇയാളെ കണ്ടിട്ടില്ല കേട്ടോ എന്ന് സുധീഷും പറയുന്നുണ്ട്. നിധിയും സന്തോഷത്തോടെ ശരിയാ, ഇതുവരെ എവിടെ പോയാലും തിരിച്ചടികൾ മാത്രമല്ലായിരുന്നു. ആധാർ കാർഡില്ല, സർട്ടിഫിക്കറ്റ് ഇല്ല, ID പ്രൂഫ് ഇല്ല, ജോലിയില്ല, അങ്ങനെ എനിക്ക് തന്നെ എന്നോട് മടുപ്പ് തോന്നി തുടങ്ങി. അപ്പോഴാ ഇങ്ങനൊരു നല്ല ന്യൂസ് കേൾക്കുന്നത്. അപ്പൊ എനിക്ക് സന്തോഷിക്കാൻ അവകാശമില്ലെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഓ തീർച്ചയായും, താൻ എത്ര വേണേലും സന്തോഷിച്ചോ എന്ന് ചിരിയോടെ സുധീഷും. സുധീഷ് ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. താങ്ക് യു വെരി മച്ച് എന്ന് നിധി പറയുമ്പോഴേക്കും താങ്ക്സ് മാത്രമേ ഉള്ളൂ, ട്രീറ്റ്സ് ഒന്നും ഇല്ലെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. സംശയമുണ്ടോ? ഉറപ്പായിട്ടും തന്നിരിക്കുമെന്ന് നിധിയും. അങ്ങനെ യാത്രക്കിടയിൽ നിധി ഒരിടത്ത് നിർത്താനായി ആവശ്യപ്പെടുകയാണ്. എന്തു പറ്റിയെന്ന് സുധീഷ് ചോദിക്കെ ജസ്റ്റ് എ മിനിറ്റ്, ഇപ്പൊ വരാമെന്ന് നിധിയും. താൻ കാര്യം പറയടോ എന്ന് സുധീഷ് പറയെ ദാ വരുന്നേ എന്ന് പറഞ്ഞ് നിധി കാറിൽ നിറങ്ങി പോവുകയാണ്. കാര്യം അറിയാതെ സുധീഷും കാറിൽ നിറങ്ങുമ്പോഴേക്കും സുധീഷിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിധിയും നടന്നു നീങ്ങുകയാ. പിന്നീട് സുധീഷ് കാറിന്റെ ഡിക്കിയെല്ലാം തുറന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിധി കൈ രണ്ടും പുറകിലേക്ക് പിടിച്ച് സന്തോഷത്തോടെ അങ്ങോട്ടെത്തി ഹലോ എന്ന് വിളിക്കുന്നത്. സുധീഷ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മുന്നിൽ നിൽക്കുന്ന നിധിയെ കണ്ട് ഇത് എവിടേക്ക് പോയതാ എന്ന് ചോദിക്കെ ട്രീറ്റ് ചോദിച്ചില്ലേ അത് വാങ്ങാൻ പോയതാ എന്ന് പറഞ്ഞ് മറച്ചുവെച്ച ഐസ്ക്രീം നീട്ടി പിടിക്കുന്നുണ്ട് നിധി. ദാ എന്ന് പറഞ്ഞ് അവനെ നീട്ടുമ്പോഴേക്കും എന്താ ഇതെന്ന് സുധീഷും. ട്രീറ്റ് എന്ന് നിധി സന്തോഷത്തോടെ പറയേ ഇതോ എന്ന് സുധീഷും. എന്തേ എന്ന് സംശയത്തോടെ അവൾ ചോദിക്കെ കഷ്ടമാണ് കേട്ടോ, നല്ല ക്ലാസിയായ ട്രീറ്റ് ആണെന്നല്ലേ ഞാൻ വിചാരിച്ചത് എന്ന് സുധീഷ് പറയേ കളിയാക്കുവാണോ എന്ന് നിധിയും. പിന്നല്ലാതെ ഇയാളുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി കസ്റ്റമറുടെ കൈയും കാലും പിടിച്ച് എന്തെല്ലാം സംഭവിച്ചെന്ന് വിശദമായി പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഓട്ടം പോവാനുള്ള കാറും എടുത്തു വന്ന് ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള വഴി റെഡിയാക്കി തന്നപ്പോ 40 രൂപയുടെ ഒരു കോൺ ഐസ്ക്രീം ട്രീറ്റ് അല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും തൽക്കാലം കഴിക്കുന്ന നിധിയും. ഇനിയിപ്പോ വേറെ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ ഐസ്ക്രീം വാങ്ങി കഴിക്കുമ്പോഴേക്കും ട്രീറ്റ് എന്ന് ചോദിച്ചു. കേട്ടയുടനെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാ ഇങ്ങനെ ചെയ്ത്. എനിക്കിത് സന്തോഷത്തിന്റെ ദിവസം. നോക്കിക്കോ, സർട്ടിഫിക്കറ്റ് കിട്ടി, ആദ്യ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ പാർട്ടി തന്നെ ഞാൻ അറേഞ്ച് ചെയ്യും. നിധി ആവശ്യത്തോടെ പറയുന്നത് കേൾക്കെ ആഹാ എന്ന് സുധീഷും. യെസ്, ഇയാൾക്ക് മാത്രമല്ല, സുഭാഷ് ഏട്ടൻ, ഹരീഷ്, നികേഷ്, നിങ്ങളുടെ അച്ഛൻ, അങ്ങനെ എല്ലാവർക്കും കൂടി ഒരു വലിയ പാർട്ടി എന്ന് നിധി സന്തോഷത്തോടെ പറയുമ്പോഴേക്കും ഏയ് അങ്ങനെ എല്ലാരെയും കൂട്ടി പോവേണ്ട ആവശ്യമൊന്നുമില്ല, എന്നെ മാത്രം കൂട്ടി പോയാൽ മതി എന്ന് സുധീഷും. ഏയ് ഫാമിലി ആയിട്ട് പോകുന്നതാ നല്ലത് എന്ന് നിധി പറയേ. ഓ അങ്ങനെ എല്ലാവരും കൂടി ഒരു ഫാമിലിയായി ആ ഒരു ഫീലോട് കൂടി പോവല്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അയ്യോ അല്ല, നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഞാൻ വരാന്നേ ഉദ്ദേശിച്ചുള്ളൂ, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ടെന്ന് നിധിയും. എന്ത് ഡെക്കറേഷൻ എന്ന് സുധീഷ് ചോദിക്കേ. സംസാരത്തിന്റെ ടോണിലൊക്കെ ഒരു മാറ്റം എന്ന് നിധിയും. എന്ത് മാറ്റമെന്ന് സുധീഷ് വീണ്ടും ചോദിക്കേ. രാവിലെ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നതാ. എന്ത് ഉദ്ദേശമെന്ന് നിധി ചോദിക്കേ. എന്തുദ്ദേശമെന്ന് സുധീഷും. നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചാ എനിക്ക് പോസസീവ് ആവുമെന്ന് പറയുന്നു, നമ്മുടെ ഫാമിലി എന്ന് എടുത്തു പറയുന്നു, വേറെ ഉദ്ദേശമൊന്നും വേണ്ട കേട്ടോ എന്ന് നിധി ഓർമ്മിപ്പിക്കുമ്പോഴേക്കും എനിക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല, ഞാൻ വെറുതെ കളിയാക്കാൻ പറഞ്ഞതാന്ന് സുധീഷും. എന്നാൽ എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു പോസസീവ്നെസ്സും ഇല്ല എന്ന് പറഞ്ഞ് നിധിയും വണ്ടിയുടെ മുന്നിലേക്ക് വന്നിരുന്ന് ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷും ഓടി വന്ന് എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടാലും ഇല്ലെങ്കിലും ഇയാൾക്കെന്താ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധിയും യൂണിവേഴ്സിറ്റിയിൽ വെച്ച് പറഞ്ഞ കാര്യം ഓർത്തെടുക്കുകയാ. അല്ല, ഇതൊരു യൂണിവേഴ്സിറ്റി അല്ലേ, സംസാരിക്കുന്നത് ഒരു സ്ത്രീയോടല്ലേ, എന്നിട്ടാണോ നിങ്ങൾ ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ അഴിച്ചിട്ട് പനിയനൊക്കെ പുറത്തു കാണിച്ച് കോളറും വലിച്ചിട്ട് തനി ഗുണ്ടകളൊക്കെ പോലെ സംസാരിക്കുന്നത്? ആ കാര്യം ഓർക്കെ അവളും യൂണിവേഴ്സിറ്റിയിലേക്കാ വരുന്നത്. എനിക്കൊരു മര്യാദയുണ്ട്, നിങ്ങൾ ബട്ടൺസും അഴിച്ചിട്ട് കെട്ടിവെച്ച് ഇത് പിടിച്ചെന്ന് പറഞ്ഞ് തന്റെ കയ്യിലുള്ള ഐസ്ക്രീം സുധീഷിന്റെ കയ്യിലേക്ക് കൊടുത്ത് ഒരു ഗുണ്ട നടക്കുന്നത് പോലെ കാണിച്ച് ഇങ്ങനെ നടക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും സുധീഷും ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്ന് എങ്ങനെ 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 ഒന്നുകൂടെ കാണിച്ചേ എന്ന് പറയുമ്പോഴേക്കും നിധി വീണ്ടും ഒരു ഗുണ്ട നടക്കുന്നത് പോലെ നടന്നു കാണിച്ചു കൊടുക്കുക. അത് കാണേ സുധീഷും ഒരു പൊട്ടിച്ചിരിയോടെ അത് കലക്കി. അപ്പൊ എന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടല്ലേ, എന്നെക്കാളും നന്നായി കാണിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച് ഐസ്ക്രീം കൊടുക്കുമ്പോഴേക്കും നിധിയും സന്തോഷത്തോടെ ആ ഐസ്ക്രീം കഴിക്കുകയാ. അങ്ങനെ അവർ ഓരോ തമാശയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഐസ്ക്രീം കഴിച്ച്
കാറിൽ കയറി പോവുകയാ. നികേഷ് പോയി കഴിയുമ്പോഴേക്കും നീതു അങ്ങോട്ട് വരുന്നത് കണ്ട് ആശാനുള്ള അടുത്ത തലവേദന വരുന്നുണ്ട് എന്ന് ജിങ്കോയും വിളിച്ച് പറയുന്നുണ്ട്. നീതു ഹരീഷിന്റെ അടുത്തേക്ക് വന്ന് ഹലോ ഹരീഷ് സാർ അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അവനും മൂളുകയാ. എന്താ ചന്തു ബ്രോ സെറ്റല്ലേ എന്നവൾ ചോദിക്കുമ്പോ പിന്നെ ഞങ്ങൾ പൊളിയല്ലേ എന്ന് ചന്തു തന്റെ കയ്യിലുള്ള മുറുക്ക് പാക്കറ്റ് നീട്ടിക്കൊണ്ട് മുറുക്ക് വേണോ എന്ന് നീതു ഹരീഷിനോടായി ചോദിക്കുമ്പോഴേക്കും ആശാൻ അല്ലെങ്കിലേ മുറുകിയിരിക്കുക ഈ ആയിട്ട് മുറുക്കണ്ട എന്ന് ജിങ്കോയും നല്ല ഗീ മുറുക്ക സമാധാനത്തോടെ കഴിച്ച് ഒരു ചായയും കുടിച്ച എല്ലാം മാറിക്കിട്ടും ഹാവ് ദിസ് മൈ പൂക്കി എന്ന് ഇത് പറയുമ്പോഴേക്കും പോക്കോ ആര് പോക്കെന്ന് ജിങ്കോ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പോക്കല്ല പൂക്കി, ഹീസ് മൈ സ്വീറ്റസ്റ്റ് പൂക്കി, ഐ മിസ് ഹിം എന്ന് പറഞ്ഞ് മുറുക്ക് പാക്കറ്റ് അവന് കൊണ്ട് കൊടുത്ത് മക്കള് കുറച്ചു നേരം ഇത് തിന്നിരിക്കും. പൂക്കിയോട് കുറച്ച് സംസാരിക്കട്ടെ എന്ന് നീതു. എങ്ങനെയുണ്ട് ഇപ്പൊ വീട്? ഏട്ടത്തി വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ടാവുമല്ലേ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്ന് മൂളുക മാത്രം ചെയ്തുകൊണ്ട് ഹരീഷും വർക്ക്ഷോപ്പിനകത്തേക്ക് ചെന്നിരിക്കുക. അവളും അവന്റെ അരികിലേക്ക് നടന്നു ചെന്ന് നമ്മുടെ കാര്യത്തിൽ ഒരു ചാൻസ് ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് വിശ്വാസമായത്. ആ വീട്ടിൽ ഒരു പെണ്ണില്ലെന്നായിരുന്നല്ലോ അച്ഛന്റെ പരാതി. ഇപ്പൊ അത് തീർന്നില്ലേ? ഇനി എന്റെ വീട്ടിൽ ഓക്കെ ആവുമെന്ന് സന്തോഷത്തോടെ നീതു പറയുന്നുണ്ട്. നിന്റെ വീട്ടിൽ ഓക്കെ ആവും, ഹരീഷേട്ടൻ ഓക്കെ ആവണ്ടെന്ന് ചന്തു ചോദിക്കുമ്പോ ഓക്കെ പറയും, അല്ലാതെ എങ്ങോട്ട് പോവാൻ? നിങ്ങളുടെ ആശാനെ നമ്മ ആള് ബ്രോ, എനിക്കൊക്കെ പറയാതെ ആർക്കൊക്കെ പറയാനാ എന്നവരോടായി പറഞ്ഞ് ഹരീഷിനോടായി ഇനി സുഭാഷേട്ടന്റെ കല്യാണം കൂടി ഓക്കെ ആയ എന്റെ വീട്ടിൽ എന്ത് തടസ്സം പറയാൻ അല്ലേ ഹരീഷ് എന്ന് നീതു സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്. അതിനും ഒന്ന് മൂളിക്കൊണ്ട് ടെൻഷനോടെ അവൻ സുഭാഷേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുക. എന്റെ സന്തോഷം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു വിവാഹം കഴിക്കുന്നതിലോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ തനിയെ പോയി താമസിക്കുന്നതിലോ അല്ല. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിലും ഭക്ഷണം ഒരുക്കി വിളമ്പി അത് നിങ്ങൾക്കൊപ്പം കഴിക്കുന്നതിലും നിങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതിലുമൊക്കെയാ എന്റെ സന്തോഷം എന്ന് ഏട്ടൻ പറഞ്ഞതോർത്ത് അവൻ ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും അവനെ നോക്കിക്കൊണ്ട് എടാ ചന്തു നമ്മുടെ ആശാൻ എന്തു പറ്റിയിടാന്ന് ജിങ്കോ ചോദിക്കുന്നുണ്ട്. എന്തോ ഇവിടുന്നോ കിട്ടിയിട്ടുണ്ടെന്ന് അവനും. അപ്പോഴേക്കും നീതുവും ആലോചനയോടെ ഇരിക്കുന്ന ഹരീഷിനോടായി ഹലോ ഞാൻ ചോദിച്ചത് കേട്ടോ? സുഭാഷ് ഏട്ടന്റെയും കൂടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തടസ്സമില്ലല്ലോന്ന്. അവിടെ 2 സ്ത്രീകൾ താമസിക്കാൻ തുടങ്ങിയ പിന്നെ ആണുങ്ങൾ മാത്രമുള്ള വീടാണെന്ന് പരാതി പറയില്ലല്ലോ എന്നവൾ പറയുമ്പോഴേക്കും ശരിക്കും നിനക്കെന്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ പ്രശ്നമൊന്നുമില്ലെന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ നീതുവും സന്തോഷത്തോടെ ബ്രോ നിങ്ങളുടെ ആശാൻ ചോദിക്കുന്നു കേട്ടോ എന്ന് ജിങ്കോയോടും ചന്തുവിനോടുമായി പറഞ്ഞേ അതൊന്നുകൂടി ചോദിച്ചേ എന്ന് പറയുന്നുണ്ട്. എടി സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ, എന്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ നിനക്ക് പ്രശ്നമൊന്നുമില്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേക്കും ഞാനും സീരിയസ് ആയിട്ടാ പറയുന്നേ. ദാ ഇപ്പൊ വേണമെങ്കിൽ ഇപ്പോ എന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോ, ഞാൻ റെഡിയാന്ന് നീതുവും. എന്നാ എന്റെ സുഭാഷേട്ടനെ കല്യാണം കഴിക്കോ എന്ന ഹരീഷിന്റെ ചോദ്യങ്ങൾക്ക് നീതുവും ടെൻഷനോടെ അവനെ തന്നെ നോക്കി നിൽക്കുക. അത് കേട്ട ചന്തുവും നിങ്ങൾ എന്ത് ചോദ്യ ചേട്ടാ ഈ ചോദിക്കുന്നേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഹരീഷും എഴുന്നേറ്റുകൊണ്ട് നിനക്കെന്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ വിരോധമൊന്നുമില്ലല്ലോ, സുഭാഷ് ഏട്ടനെയും നിനക്ക് നന്നായിട്ട് അറിയാം, അപ്പൊ പിന്നെ ഏട്ടന് വിവാഹം കഴിച്ചൂടെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നീതുവും അവനോടായി നീ ഇത് തമാശയായിട്ട് പറയണോ എന്ന് ചോദിക്കുക. അല്ല ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നത്, എന്റെ ഏട്ടനെ കല്യാണം കഴിച്ചിട്ട് വീട്ടിലേക്ക് വരാമോ എന്ന് അവന്റെ ചോദ്യം കേട്ട് നീതു ദേഷ്യം കടിച്ചമർത്തി നിൽക്കുകയാ. എടാ ഇത് പ്രശ്നമാവോന്ന് ചന്തു ജിങ്കോയോടും ചോദിക്കുന്നുണ്ട്. എന്റെ വീടിനെ കുറിച്ചും ഞങ്ങളെക്കുറിച്ചും നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ സുഭാഷ് ഏട്ടനെ കുറിച്ച് ഇന്നുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അത്രയും നല്ലൊരാളെ വേറെ കാണാനും കിട്ടില്ലെന്ന് ഹരീഷ് പറയുമ്പോഴേക്കും നീതുവും ദേഷ്യത്തോടെ മതി നിർത്ത്, നിങ്ങൾക്ക് വെളിവില്ലേ, മിണ്ടരുത്, ഇങ്ങനെ എന്നെ അപമാനിക്കാൻ പാടില്ല ഹരീഷേ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞ പോരെ, ഞാൻ സഹിക്കാം, പക്ഷേ എനിക്ക് ചെറുക്കനെ തേടി തരരുത്. ചേട്ടനെ കല്യാണം കഴിക്കണം പോലും എന്റെ മുഖത്ത് നോക്കി എങ്ങനെ നിനക്കത് ചോദിക്കാൻ കഴിയുന്നു? മതി നിർത്തി, നിന്നോടൊക്കെ സംസാരിക്കാൻ വന്ന എന്നെ വേണം പറയാൻ. എന്നെ കാണുന്നതിനും മിണ്ടുന്നതിനുമൊക്കെ എന്റെ വീട്ടുകാരെന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ, എത്ര തല്ലിയിട്ടുണ്ടെന്നറിയാമോ, എന്നിട്ട് ഞാൻ നിന്നെ തേടി വരുന്നുണ്ടല്ലോ, അതിനെനിക്കിത് കിട്ടണം, ഇതിനപ്പുറവും കിട്ടണം ഛേ എന്ന് പറഞ്ഞ് നീതു ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. ജിങ്കോയും ഹരീഷിനോടായി എന്താ ആശാന ഇത് എന്ന് ചോദിക്കേ. എടാ ഞാനതിനവളോട് എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും ചോദിച്ചത് പോക്രിത്തരമായി പോയി, ഇത്തിരി മനസാക്ഷി വേണ്ടേ ഹരീഷേട്ടാ എന്ന് ചന്തുവും ചോദിക്കുന്നുണ്ട്. ആ പെൺകുട്ടി പറഞ്ഞ പോലെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ പോരെ, ഇമാതിരി തെണ്ടിത്തരം കാണിക്കേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു എന്ന് ജിങ്കോ പറയുമ്പോ പാവം ആ പെണ്ണ്, നിങ്ങളോടൊക്കെ ഇഷ്ടം കൂടാനായിട്ട് ആ പെണ്ണ് എന്ത് പാവം ചെയ്തോ എന്തോ എന്ന് ചന്തുവും പറയുന്നുണ്ട്. ഹരീഷും ടെൻഷനോടെ അവൾ പോകുന്നത് നോക്കി തന്നെ നിൽപ്പാ. അവിടെ സുധീഷിന്റെ വീട്ടിലെ ഡൈനിങ് ഹാളിൽ തന്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക നികേഷും നിധിയും. അപ്പോഴേക്കും സുധീഷിന്റെ ബൈക്കിൽ സുഭാഷും അങ്ങോട്ടെത്തുകയാ. സുഭാഷ് അവരുടെ അരികിലേക്ക് ചെന്ന് നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോ ഇല്ല ഏട്ടൻ വരാൻ കാത്തിരിക്കുവാന്ന് നികേഷും. അത് ശരി, എന്തിനാടാ എന്നെ കാത്തിരിക്കുന്നത്, വിശക്കുമ്പോ എടുത്ത് കഴിച്ചോളാം ഞാൻ പറഞ്ഞിരുന്നതല്ലേ എന്ന് സുഭാഷും. വിശക്കുമ്പോഴല്ലേ കഴിക്കാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് വിശന്നില്ല അതുകൊണ്ട് കഴിക്കാനെന്ന് നിധിയും. അത് ശരി, അപ്പൊ നീയും അവന്റെ കൂടെ കൂടിയോ എന്ന് സുഭാഷ് ചോദിക്കേ. നിങ്ങൾ പോയി കൈ കഴുകുക, ഞാൻ അപ്പോഴേക്കും എല്ലാം എടുത്തു വെക്കാമെന്ന് നിധിയും. സുഭാഷ് കൈ കഴുകാൻ പോകുമ്പോഴേക്കും നിധിയും അടുക്കളയിലേക്ക് പോവാൻ തുടങ്ങുകയാ. അപ്പോഴാണ് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കായിരുന്ന സുധീഷും ഒന്ന് ചുമച്ച് അവളുടെ ശ്രദ്ധ തിരിക്കുന്നത്. എന്താ എന്നവൾ ചോദിക്കേ. അല്ല ശരിക്കും സുഭാഷേട്ടൻ വന്നിട്ട് കഴിക്കാന്ന് കരുതി കാത്തിരുന്നതാണോ അതോ ഞാൻ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് ചോദിക്കേ. അയ്യോ അല്ല,
നിങ്ങളിപ്പോൾ ഇവിടേക്ക് കയറി വരുമെന്ന് ഞാൻ സത്യമായും വിചാരിച്ചില്ല. വരുമെന്നറിഞ്ഞിരുന്നെങ്കിലേ സുഭാഷ് ഏട്ടനും കൂടിയുള്ള ഭക്ഷണവുമായിട്ട് ഞങ്ങൾ സൈറ്റിൽ ചെന്നിരുന്ന് കഴിച്ചേനെ. അല്ല നികേഷ് എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും നികേഷും അതെ സുധീഷ് ഏട്ടൻ വരാൻ വൈകില്ലെന്ന് ഞാൻ പറഞ്ഞോണ്ടാ എടുത്ത് വെയിറ്റ് ചെയ്ത് എന്ന് നികേഷും. അവനെ വഴക്കു പറഞ്ഞ് സുധീഷും കൈ കഴുകാനായി പോവുകയാണ്. അപ്പോഴാണ് നീതു കരഞ്ഞു വിളിച്ച് ഹരീഷിന്റെ വീട്ടിലേക്ക് നടന്നു വരുന്നത്. അപ്പോഴേക്കും അവർ കഴിക്കാൻ ഡൈനിങ് ഹാളിലേക്ക് ഇരുന്നിരുന്നു. അവൾ വരുന്നത് കണ്ട നികേഷും സുധീഷ് ഏട്ടാ മെക്കാനിക്കിനെ സ്നേഹിച്ച പെൺകുട്ടി എന്ന് പറയേ. അല്ലടാ മുക്കുവിനെ സ്നേഹിച്ച പെൺകുട്ടി എന്നല്ലേ എന്ന് സുധീഷ് ചോദിക്കെ. മുക്കുവിനെ സ്നേഹിച്ച ഭൂതമെന്നാടാ, അതൊരു പഴയ മലയാള സിനിമയാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അതായാലും കറക്റ്റ് തന്നെ, മെക്കാനിക്കിനെ സ്നേഹിച്ച ഭൂതമെന്നാക്കണമെന്നേ ഉള്ളൂ. ദേ നോക്കിയേ വരുന്നുണ്ടെന്ന് നീതുവിനെ നോക്കി പറയുമ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് നോക്കുകയാ. അപ്പോഴാണ് കണ്ണീർ തുടച്ചുകൊണ്ട് നടന്നു വരുന്ന നീതുവിനെ അവർ കാണുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.